സകലതും ഇപ്പോൾ കത്തിക്കലാണല്ലോ ഒരു നാട്ടുനടപ്പ്. വഴിയിൽ കിടന്നു മരിച്ച തെരുവ് കവിയെ ആദരിക്കാൻ ചിലരങ്ങ് തീരുമാനിച്ചു. പുതിയ സാമ്രാജ്യം, പുതിയ സൗധങ്ങൾ, പുതിയ മണ്ണിൽ തീർത്ത പുതിയ കൊട്ടാരം, പുതിയ നിയമങ്ങൾ, പുതിയ സുരതങ്ങൾ, പുതുമയ പുൽകി തലോടുന്ന വാനം. ആദരവെന്ന് പറഞ്ഞാൽ വെറും ആദരവാണോ? ശരിക്കും ഒരു സിംബോളിക്കൽ ആദരവ്. അടിയട സിമ്പൽ. കഴിവേറി മക്കൾക്കും മിഴിനീരു വേണം, കഴിവേറുവൻ ചോര വീഞ്ഞായി വരേണം. കഴിവില്ലവർക്കിന്ന് കഥനങ്ങൾ മാറ്റാൻ കുഴിവെട്ടി മൂടുന്നു നിത്യസത്യങ്ങൾ. വിസ്മയ തലസ്ഥാനം ഇപ്പോഴിങ്ങനെയാണ്. സകലതും കത്തിക്കും, സകലരെയും കത്തിക്കും. തെരുവിലെ കവിക്ക് തെരുവിന്റെ വക ഒരു അശ്രുപൂജ എന്ന് സാക്ഷി. സാക്ഷി പറയുന്നത് കേട്ടിട്ട് ചുമ്മാ ആരോപണം തട്ടിവിടുന്നത് ശരിയാണോ സെക്രട്ടറി ജനറൽ? സിവിൽ സപ്ലൈസ് വകുപ്പിൽ നടക്കുന്ന വൻ അഴിമതി കഥകൾ സാക്ഷി കഴിഞ്ഞ ആഴ്ച കാട്ടിയിരുന്നു. അത് കേട്ട ഉടനെ പാർട്ടി സെക്രട്ടറി ജനറൽ ആരോപണം ഏറ്റുപിടിച്ചു. സാക്ഷി നിരത്തിയ തെളിവുകളിൽ ഒരെണ്ണം കൊല്ലത്തെ ഒരു പത്രസാക്ഷി തന്നെ കഴിഞ്ഞ ദിവസം നിരത്തിവച്ചിരുന്നു. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പ്രദേശത്ത് സാധാരണപ്പെട്ടവന് കിട്ടേണ്ടുന്ന സാധനങ്ങൾ അത് ചൂഷണം ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാധ്യമം എന്നുള്ള രീതിയിൽ ഇതിങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ളൊരു കരിഞ്ചന്ത നടക്കുന്നുണ്ട്, ഇതിന് ഇത്ര രൂപ വെച്ച് പിടിക്കുന്നുണ്ട്. ഈ TSO തന്നെ ഈ കഴിഞ്ഞ മാർച്ചിൽ റിട്ടയർമെന്റ് ആവുന്നു. കഴിഞ്ഞ മാർച്ചിൽ റിട്ടയർമെന്റ് ആവുന്നതിന് വേണ്ടിയിട്ട് റേഷൻ കടക്കാർ 133 റേഷൻ ഡീലേഴ്സാണ് കുന്നത്തൂർ താലൂക്ക്. ഓരോ കടക്കാരുടെ 1000 രൂപ വെച്ച് പെർ മന്ത് ഇവർ വാങ്ങിക്കുന്നുണ്ട്. റേഷൻ കട അഴിമതി ഒരു കണ്ണീർ സീരിയലായിട്ട് വേണമെങ്കിലും അവതരിപ്പിക്കാൻ കഴിയും എന്ന് സാക്ഷി. ഒരു നാടിനെക്കുറിച്ച് നല്ല മതിപ്പാണിപ്പോ. ഭരണത്തിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്ന അമ്മായിയമ്മയ്ക്കും മരുമകനും നാട്ടുകാരെ പറ്റിക്കാമെങ്കിൽ എന്തുകൊണ്ട് പണ്ട് കുറച്ചുകാലം ഇവിടെ ഭരിച്ചിരുന്ന ഞങ്ങൾക്കായിക്കൂടാ? റിസർവ് ബാങ്ക് ഗവർണറുടെ പടവും ആശംസയും ഉൾപ്പെടെയാണ് പീറ്റർ സായ്വ് ജനത്തെ പറ്റിക്കാനിറങ്ങിയത്. വെറും ചില്ലറ കൊടുത്താൽ കോടീശ്വരനാകാമത്രേ. ഇന്റർനെറ്റിലാണ് പുതിയ കബളിപ്പിക്കൽ നാടകം അരങ്ങേറുന്നത്. വെറും $22,500 രൂപ അടച്ചാൽ $5 ലക്ഷം അല്ലെങ്കിൽ വേണ്ട $2.5 കോടി രൂപ ഇങ്ങ് പോരുമത്രേ. ഇന്ദ്രപ്രസ്ഥ മുതലാളിമാർക്ക് ജനത്തെ പറ്റിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ എന്ന് സാക്ഷി. ഏതായാലും ഡൽഹി കുരിശിനെ പോലെ വീണിടം വിദ്യയാക്കാനൊന്നും നമ്മളില്ല. മനസ്സിലായില്ലേ? അംഗവൈകല്യം സംഭവിച്ചവരുടെ ആകെയുള്ള അംഗം കൂടി അടിച്ചുമാറ്റിയ അന്തകവിത്താണ് കഥാപാത്രം. കേന്ദ്ര നേതാവിനെ പോലൊരു വിദ്യയ്ക്ക് ഏതായാലും നമ്മളില്ല. നമ്മുടെ കുലജാതിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാൾ ഉള്ള കാര്യമെന്ന് വിളിച്ചു പറഞ്ഞു. വലിയ ഒരു പാരമ്പര്യം, ദേശസ്നേഹികളായ ഒരു പാരമ്പര്യം ആ കുടുംബത്തിന് എന്നും ഉള്ളത് എന്നുള്ളത്
നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. ഇപ്പോ ഈ സമ്പത്തെല്ലാം സർക്കാരിന്റെ ഖജനാവിലോ രാഷ്ട്രീയക്കാരുടെ കയ്യിലാണെങ്കിൽ പലതുള്ളി പെരുവെള്ളമായിട്ട് ഇതെപ്പോഴോ അന്തരീക്ഷത്തിൽ മറഞ്ഞു പോകുമായിരുന്നു. നമ്മുടെ ഭരണത്തിന്റെ കീഴിൽ പപ്പനാഭ സ്വത്ത് എത്തിയിരുന്നെങ്കിലത്തെ പുകിലാണ് വർണ്ണന. പലതുള്ളി പെരുവെള്ളമായിട്ട് ഇതെപ്പോഴോ അന്തരീക്ഷത്തിൽ മറഞ്ഞു പോകുമായിരുന്നു. നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ പെരുവെള്ളം പോലെ ഒഴുകി എപ്പോഴേ സ്വിസ് ബാങ്കിൽ എത്തുമായിരുന്നു എന്ന് സാക്ഷി. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ തലയിൽ കോൺക്രീറ്റ് വീണ് തുന്നലിട്ടത്രേ. ഉദ്യോഗസ്ഥയാകുമ്പോൾ ലീവും ശമ്പളവുമൊക്കെ കിട്ടുമായിരിക്കും. ഇപ്പറഞ്ഞവ യാതൊന്നുമില്ലാത്ത കുറെ കോളേജ് കുട്ടികളെ കാത്ത് ദാ ഒരു കോൺക്രീറ്റ് ഒരുങ്ങി നിൽക്കുന്നു. ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടികൂട്ടാൻ മേടസൂര്യൻ കാവലാളാ നീലരാത്രി. പുതുതായി പണിയുന്ന ഒരു കോളേജ് ഹോസ്റ്റൽ മന്ദിരമാണിത്. കോൺക്രീറ്റ് വാർത്ത് കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ കണ്ടു. സെക്രട്ടേറിയറ്റിൽ കോൺക്രീറ്റ് ഇളകി വീണെങ്കിൽ ഇവിടെ കെട്ടിടം മൊത്തമായി തന്നെ തലയിലിരിക്കും എന്ന് സാക്ഷി. സാക്ഷി ജനകീയമാകുന്നു ഒരു മത്സരത്തിലൂടെ. സാക്ഷിക്ക് അനുയോജ്യമായ വിഷയങ്ങൾ പ്രേക്ഷകർക്കും പകർത്തി അയക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും നല്ല ചിത്രീകരണത്തിന് ഒരു മൊബൈൽ ഫോൺ ആഴ്ചതോറും സമ്മാനം. ഈ ആഴ്ചയിലെ പീപ്പിൾ സാക്ഷി. ഓഹോ, നമ്മളെ ഒന്ന് റോഡ് കടത്തിവിടാൻ ഒറ്റ പോലീസും ഇന്നാട്ടിലില്ല. വേണമെങ്കിൽ ഞാനും അല്പം ഫിറ്റായിട്ട് വരാം. എന്താ? മദ്യപിച്ച് റോഡിലെത്തിയ ആളെ പോലീസ് റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നത് നായ കണ്ടു. നമ്മളെ റോഡ് മുറിച്ചു കടത്താൻ പോലീസ് ഏമാൻ പോയിട്ട് പോലീസ് നായയെങ്കിലും എത്തുമോ എന്ന് സാക്ഷി. ഇത്തരം ദൃശ്യങ്ങൾ നിങ്ങൾക്കും എടുത്തയക്കാം. വിലാസം NTV ട്രിവാൻഡ്രം 1. ഈ ആഴ്ചയിൽ സംപ്രേഷണം ചെയ്ത പീപ്പിൾ സാക്ഷി വിജയി മൊബൈൽ ഫോൺ ഏറ്റുവാങ്ങിക്കുന്നു.